ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുറച്ച് അനുഭവങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഗൈസ്, എൻ്റെ പേര് രാമൻ എന്നാണ്, രാമൻകുട്ടി. ഞാൻ ഇന്ത്യയിലാണ് പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ അറിയുന്ന എന്നാൽ എനിക്കറിയാത്ത ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, എടാ നീ ഇവിടെയൊന്നും നിൽക്കേണ്ടവനല്ല, നീ ഒരു കാര്യം ചെയ്യ്, നീ വല്ല അമേരിക്കയിലോ അങ്ങോട്ടും എങ്ങോട്ടേലും പോ, അവിടെ നല്ല പണിയുണ്ട്, നല്ല പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്നതാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ നോക്കൂ, ഇതാണ് എൻ്റെ പണി എന്ന് പറയുന്നത്. ഞാനൊരു ഡെലിവറി ബോയാണ്. ഡെലിവറി ബോയ് എന്നൊക്കെ പറയുമ്പോൾ പൈസ കിട്ടും എന്നൊക്കെ ഉള്ളത് ശരി തന്നെയാണ്, പക്ഷേ പണി ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ. ഇതിപ്പോൾ ഡെലിവറി നമുക്ക് കിട്ടി, നമ്മൾ പോവുകയാണ്. ഇതെങ്ങനെ പോവുകയാണ്? നമുക്ക് ആദ്യം നമ്മുടെ ഓർഡർ ഫോണിലേക്ക് വരും. അതിനനുസരിച്ചാണ് നമ്മളത് വാങ്ങാൻ ആദ്യം പോകണത്. നമ്മളാദ്യം ഹോട്ടലിലേക്കാണ് പോകേണ്ടത്, മനസ്സിലായോ? നമ്മളാദ്യം ഹോട്ടലിലേക്ക് പോയിട്ട് നമ്മളിതാ ഒരുപാട് ഷോർട്ട് കട്ടൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോവാം. കാരണം എങ്ങനെ നമുക്ക് ആ ഹോട്ടലിലേക്ക് എത്തണം. എത്തിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ആ പ്രൊഡക്റ്റ് നമുക്ക് എടുക്കണം ആദ്യം. ആ പച്ച ലൈൻ കണ്ട അവിടെ നിർത്തണം. അവിടെ ഒരാൾ നമുക്കായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രൊഡക്റ്റ് തരാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഇതിപ്പോൾ നമ്മുടെ ഫ്യൂവല് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെയാണ് മറ്റൊന്നും കാണിക്കുക. ഇത് നമ്മുടെ ഫ്യൂവല് കഴിഞ്ഞതാണ്. നമുക്കപ്പോൾ അത് ഫുള്ളായിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുക, ഇതിനൊക്കെ എന്തിനാ എത്ര മാത്രമാണ്. കാരണം ഇതൊരു മോട്ടോർ സൈക്കിൾ, ഇത് എന്താ പറയുക, ഇത് ഒരു ബൈക്ക് എന്നൊന്നും പറയാം. മോട്ടോർ സൈക്കിൾ എന്നുള്ള ഇതിലൊന്നും പറയാമല്ലോ. ഇത് സൈക്കിള് ഒരു ചെറിയ മോട്ടർ വെച്ചിട്ടുണ്ട്, അതിനാണിപ്പോൾ. അതാ നമ്മുടെ ആളെത്തി. ഇതാണ് നമ്മളെ മേഡം. ഇതിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് വേണം നമ്മൾ ചോദിക്കാൻ. ഇന്നിപ്പോൾ എന്താണ്, ഇതെന്താ ഇടയ്ക്കിങ്ങോട്ട് അതിൽ വെക്കി, വേഗം തുറക്ക്. വെച്ചു. നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണ്. പൊട്ടെ നമുക്ക് നേരെ ഇനി നമ്മുടെ ആളെടുത്തേക്ക്, അതായത് ഡെലിവറി ചെയ്യാൻ പോവാം. പെട്ടെന്ന് പോകണം നമുക്ക്, കാരണം സമയമല്ല. ഇതിൽ സമയം എന്ന് പറഞ്ഞാൽ മെയിനാണ്. കാരണം ഇതിലിങ്ങനെ സമയം കാണിക്കും മേലെ. 1 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ അവിടെ എത്തണം. പറന്ന് പോകണം. അതിനാണ് നമുക്ക് ഷോർട്ട് കട്ട് ബുദ്ധി ഉണ്ടല്ലോ, ഷോർട്ട് കട്ട് കൂടെ പോവാം. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് സിഗ്നൽ എങ്ങനെയും ഇതാക്കി കിടക്കാം, അതൊന്നൊരു പ്രശ്നമേ അല്ല. നമ്മുടെ ആളെത്തിയിരിക്കുന്നത്. ഇതെന്തൊരു അപ്പൂപ്പനാ. ഇയാൾ ഷുഗറും കൊളസ്ട്രോളും നോക്കേണ്ട സമയത്ത് ജാതി ഫുഡൊക്കെ വാങ്ങി തിന്നുക. ഓക്കെ ശരി. നമുക്കിനി അടുത്ത ഓർഡർ പിടിക്കാൻ പോവാം. അടുത്ത ഓർഡർ ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് കാണാം മാപ്പിൻ്റെ അവിടെയാണ് നമ്മൾ ആ ഫോൺ വെച്ചത്, ഉണ്ടോ? അപ്പോൾ അതിലിങ്ങനെ വരും, നമ്മളത് നോക്കണം. നമ്മളെ ഫോണിലേക്ക് വന്നു. ഫോണ് ഇതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. ഇതാണ്. ഇത് ഫ്യൂവലൊക്കെ അടിച്ചതാണ് ഓൾറെഡി. പിന്നെ എന്തിനാ വിളിച്ച് വരുത്തണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഫ്യൂവലൊക്കെ അടിച്ച് നമ്മൾ ഫ്യൂവലൊക്കെ നിറച്ച് സെറ്റായതാണ്. എന്നാലും പെട്രോൾ പമ്പ് വേണ്ട, നമ്മളിന്ന് വിളിക്കും. ഇനി നമുക്ക് നേരെ നമ്മുടെ അടുത്ത ഒരു ഓർഡർ എടുക്കാനും പോവുകയാണ്. സമയമുണ്ട്, ആ സമയത്തിൻ്റെ ഉള്ളിൽ എത്തും വേണം. എന്നാൽ ഫ്രീ ഡെലിവറി ആവുകൊണ്ട് തന്നെ പൈസ ഇല്ല നമുക്ക്. അതാ നമ്മുടെ അടുത്ത ഓർഡർ. ഇയാൾ കാത്തു നിൽക്കുക. കള്ളൻ എവിടെ? വേഗം എടുത്താ പൊന്നാരോ. അതിൽ വേഗം വെക്കി. പോ. സമയമല്ല. വേഗം സ്റ്റാർട്ടാവും. പൊട്ടെ സ്പീഡ് പോട്ടെ. നമ്മളിങ്ങനെയൊക്കെ പോകും. മാറി. അയ്യോ. സാരല്ല. ആരും അങ്ങനെ ശ്രദ്ധിക്കണമൊന്നുമില്ല. ഇവിടെ നമ്മുടെ മാതിരിയൊന്നുമല്ല. എല്ലാവർക്കും തിരക്കുകളാണ്, ജോലി തിരക്കുകൾ. അല്ലാത്ത അവരവരെ ഓരോ തിരക്കുകളാണ് ഓരോരുത്തർക്കും ഓരോന്ന്. അതുകൊണ്ട് ആരും ശ്രദ്ധിക്കൂല. എന്തും ചെയ്യാം നമുക്ക്. അതാ അവിടെ കാത്തു നിൽക്കുന്നു. ഇവിടെ സ്കൂളിൽ പോകാനായില്ല ഇവനൊന്നും. സ്കൂളിലല്ലേ ഏട്ടാ? വേഗം കൊടുക്ക്, വേഗം. ഓക്കെ, പൈസ കറക്റ്റല്ലേ? ഓക്കെ. വേഗം അടുത്ത ഓർഡർ. പണി. പൈസ ഉണ്ടാക്കുക. ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇവിടെ വന്നതേ പൈസ ഉണ്ടാക്കാനാണ്, മനസ്സിലായോ? അടുത്ത ഓർഡർ ഒന്ന് വേഗം നോക്ക്. ഇതെന്താ? സ്പ്രിങ് റോൾ. ഓക്കെ, സ്പ്രിങ് റോൾ ആരാണോ ഭാഗ്യവാൻ? നമുക്ക് നോക്കാം. വാ. ഇത് നല്ല കസ്റ്റമറാണേ, ടിപ്പൊക്കെ തരണേ. വേഗം പോവാ. എന്താ ആളവിടെ? അയ്യോ, നമുക്ക് എണ്ണ അടിക്കാനായിട്ടുണ്ട്. കാരണം നമ്മുടെ ഫ്യൂവല് കുറവാണല്ലോ വണ്ടിയിൽ. എവിടെ നമ്മളെ ആളെവിടെ? ഹലോ. തരും. വേഗം വെക്കി. സമയമില്ല. അയ്യോ, 1 മിനിറ്റ് 30 സെക്കൻഡും. 1 മിനിറ്റ്. വേഗം. ഇതൊക്കെ എന്താ പറയുക, നമുക്ക് ഇതുവരെ കിട്ടിയ ഓർഡറൊക്കെ എടുത്തായിരുന്നു. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ എവിടെ പോയി കിടക്കുന്ന ആൾക്കാരൊന്നും കൂടി നമുക്കറിയില്ല. പോവാ.
ശരിക്കും ഇത്രയും ഒക്കെ ഓടിച്ചതിന് വില എന്തെങ്കിലുമൊക്കെ തരണം. അതൊന്നും തരൂല. വലിയ കറക്റ്റ് പൈസയാണ്. ഒരു 5 റുപ്യയും കൂടി എക്സ്ട്രാ തരൂല. എണ്ണ അടിക്കണം. പൊട്ടെ നമുക്കിവിടെ ട്രാഫിക് റൂൾസ് ഒന്നുമില്ല. നമുക്ക് ഇക്കൂടിയും പോയാൽ നമ്മൾ ഉള്ള അങ്ങനത്തെ വൈബാണ്. നമ്മൾ ഡെലിവറി ചെയ്യണമെങ്കിൽ കാരണം നമുക്ക് ഫുഡ് കൊണ്ട് കൊടുക്കണ്ടേ, നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയണത്. ബിസിനസ് മാനാണോ? അപ്പോൾ കുറച്ച് കിട്ടുമെന്ന് തോന്നുന്നു. എവിടെ കേട്ടോ, എന്തെങ്കിലുമൊക്കെ തരണം കേട്ടോ. നമ്മൾ പെട്ടെന്ന് വന്നതാണ് ഇവിടേക്ക് ജോലി എടുക്കാൻ. എന്തെങ്കിലുമൊക്കെ സഹായിക്കണം. കൊടുക്ക്. വേഗം വാങ്ങടാ. കേട്ടോ, ഇടയ്ക്കൊക്കെ ഒന്ന് ചൂടാവൊക്കെ വാങ്ങാമല്ലേ. അടുത്ത എന്താ പിന്നെ അതോ? ഓ എന്താണ് ഇത്, ഒരു ഓർഡർ കഴിഞ്ഞ അടുത്ത ഓർഡർ ചെയ്യാത്തത്. സ്പ്രിങ് റോൾസ്, വീണ്ടും സ്പ്രിങ് റോൾസ്. ഷോർട്ട് കട്ട് എടുക്കുക. ഇതാവും നല്ല വഴി. കാരണം എന്താ വെച്ചാൽ മറ്റോടത്ത് കൂടെ പോയി കഴിഞ്ഞാൽ കുറേ ചുറ്റേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്താം. ഉണ്ടാവും അപ്പോൾ തന്നെ നമ്മൾ അപ്പുറത്തെ കണ്ടത്തേക്ക് എത്തിയില്ലേ, അതേപോലെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നുണ്ട്. സ്പീഡ് ഇപ്പോൾ ഈ വണ്ടീൻ്റെ മാക്സിമം സ്പീഡ് എത്രയാണാവും? അരിച്ചാ പോണേ. ഞാൻ പറഞ്ഞില്ല, എണ്ണ കഴിയാനായിണ്ടേ. നമുക്കിപ്പോൾ പമ്പ് തപ്പി നടക്കുക. പമ്പ് വേഗം കൊടുക്ക്. പൊട്ട അടിച്ചടിച്ച് ഫുൾ ടാങ്ക്. ഇതൊന്നും മൈലേജ് ഇല്ലാത്ത വണ്ടി കേട്ടോ അതൊക്കെ. 20 കിലോമീറ്റർ ഓടും. നിർത്ത്. ഇയാളെടുത്ത് തന്നെയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിയത്. ഇയാളെടുത്ത് തന്നെ. സ്പ്രിങ് റോളിൻ്റെ കട അതാ. ഓക്കെ, നമ്മളെന്താ പറയുക, നമ്മളെ ഫസ്റ്റ് ഡേ ആണത്. അപ്പോൾ നമ്മളിവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണപ്പോൾ. ഒന്ന് എയിമാവണം. നാട്ടുകാരെ ഫുള്ളൊന്ന് കയ്യിലെടുക്കാണ്ട്. പൊട്ടെ അപ്പോൾ മാറിന്നോ ഇടിച്ചിട്ട് പിന്നെ അതാന്നിട്ട് കാര്യമില്ല. ഞാൻ തിരിച്ച് ഇന്ത്യക്ക് തന്നെ അങ്ങോട്ട് പോകും. പൊട്ടെ ഇവിടെ പോലീസ് വിട്ടാൽ പൊട്ടെ എല്ലാം വണ്ടീനൊക്കെ വെട്ടിച്ച് റൈഡിങ് ആണ്. അവിടെ തട്ടിയില്ല. നല്ല ഇതിൽ പോകണം, മനസ്സിലായോ? എത്തി സ്ഥലത്തി. വീണ്ടും ഇയാൾക്കല്ലേ നമ്മളിപ്പോൾ കൊടുത്ത്. എന്നാൽ ആദ്യം തന്നെ പറഞ്ഞുകൂടെ നമുക്ക് 2 വേണമെന്ന്? ആരോടാ പറയുക, ആരതൊക്കെ കേൾക്കുക? പോയി. എന്നാൽ ആദ്യം തന്നെ പറഞ്ഞാൽ മതി. ഇത് ഒരു വട്ടം വന്ന് പിന്നെയും വന്ന്. എന്താണ് ഇനി നിർത്തിട്ടോ? ഇനിയില്ല, ഇനി ഓർഡറൊന്നും എടുക്കണില്ല. ഇന്നത്തോടെ നിർത്തി. ഇത്ര ഓർഡറൊക്കെ മതി. ഇനി നാളെ വയ്യ. ഇനി മതി. നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിടാം. കുറച്ച് നേരം ഇരിക്കട്ടെ. ഞാനൊന്ന് നിലത്ത് നിൽക്കട്ടെ കുറച്ച് നേരത്തിന്. കുറച്ച് ബ്രേക്കൊക്കെ വേണ്ടേ? എന്താ മനുഷ്യനല്ലേ, യന്ത്രമൊന്നും അല്ലല്ലോ. അയ്യോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥ എന്ന് പറയണത്. ഇതാണ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ല ജോലിയൊക്കെ വാങ്ങുക. ഇതേമാതിരി ആരെങ്കിലും പറഞ്ഞിങ്ങോട്ട് ചാടാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി പുതിയൊരു ഇതുമായിട്ട് അടുത്തതിൽ കാണാം. ഓക്കെ.